ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ട്രാക്ടറിൻ്റെ ക്ലച്ച് ബോക്സാണ്. ഇതാണ് അതിൻ്റെ ക്ലച്ച് ബോക്സ്. ഇതുപോലെ നമുക്ക് അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നേരെ നമുക്ക് ന്യൂ പാർട്ട്, ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്, സെൻറ്റർ പോയിന്റ് റെക്റ്റാങ്കിൾ, സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 275, width 270 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, സ്കെച്ച് ഫില്ലൈറ്റ് 20 mm, അടിയത് 2 കോർണറിൽ. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ 435 mm. ഓക്കെ. എന്നിട്ട് നമുക്ക് സൈഡ് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. ലൈൻ, ആർക്ക്, ലൈൻ, again ഒരു ആർക്ക്, again ലൈൻ, ആർക്ക് സെലക്ട്. 2 ലൈനും ഈ ലൈനും ചൂസ് ചെയ്യാം. ടാൻജന്റ് റിലേഷൻ ഓക്കെ കൊടുക്കാം. ഈ ലൈൻ ടാൻജന്റ് റിലേഷൻ ഓക്കെ. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. ലൈനിൻ്റെ 110 mm. ഈ ലൈൻ അതുപോലെ തന്നെ 110. ഓക്കെ. റേഡിയസ് വന്നിട്ട് 27.5 mm. ഈ ലൈൻ 80 mm. 3 ആർക്ക് സെലക്ട് ചെയ്യാം. ഈക്വൽ റിലേഷൻ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 27.5. $27.5 80. ഈ ലൈനിലേക്കുള്ള വിഡ്ത്ത് 165 mm. ഓക്കെ. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ എക്സ്ട്രൂഡ്, ഡയറക്ഷൻ 1 ബ്ലൈൻഡ്, $30 mm. ഓക്കെ. ഡയറക്ഷൻ 2 up to next. ഓക്കെ ഓക്കെ. ഇതിന് ശേഷം റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. റൈറ്റ് പ്ലെയിൻ നോർമൽ ടു
sketch, access from sketch, right plane select ചെയ്യാം, top line select ചെയ്യാം, normal to sketch. ഇനി നമുക്ക് ലൈൻ ചൂസ് ചെയ്യാം. ലൈനിൽ ഓക്കെ ക്ലോസ് ചെയ്യാം, സെലക്ട്, സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം, 25 mm, 25, ഈ ലെങ്ത് വന്നിട്ട് 45. ഓക്കെ, ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് 10 mm, 10 mm, ഓഫ്സെറ്റ് കൊടുക്കാം 100 mm, 100. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷൻ ഓക്കെ കൊടുക്കാം. അഗൈൻ സെയിം സ്കെച്ച് സെലക്ട് ചെയ്യാം, എക്സ്ട്രൂഡ് 10 mm, ഓഫ്സെറ്റ് 190. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷൻ ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം, ഹോൾ വിസാർഡ് എടുക്കാം. സ്റ്റാൻഡേർഡിൽ ആൻസിമെട്രിക് ടൈപ്പിൽ ഡ്രിൽ സൈസ് 60 mm, എൻഡ് കണ്ടീഷൻ വന്നിട്ട് ബ്ലൈൻഡ് 30 mm. ഓക്കെ പൊസിഷൻ കൊടുക്കാം. ഒന്ന് 3 സർക്കിളിന്റെ സെന്റർ പോയിന്റ് വെച്ചിട്ട് 2. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. മിറർ 1 2 3 4. ഓക്കെ കൊടുക്കാം, എല്ലാം മിറർ ആയിട്ടുണ്ട്. അഗൈൻ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം, 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്, 2D സ്കെച്ച്, ലൈൻ ചൂസ് ചെയ്യാം, സെലക്ട്, സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം, 60 mm, ബോത്ത് ആംഗിൾ 60 mm, ഈ രണ്ടെണ്ണത്തിൻ്റെ ആംഗിൾ 20 mm, ഈ പോയിന്റ് 50 mm, 50 mm, ഈ വിഡ്ത്ത് സ്മാർട്ട് ഡയമെൻഷൻ 180 mm വിഡ്ത്ത്. ഓക്കെ കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിന് 160 mm. ഓക്കെ കൊടുക്കാം. നേരെ ഫില്ലായിട്ട് 3D ഫില്ലായിട്ട് 20 mm. ഓക്കെ, ഈ ഫേസ് സെലക്ട് ചെയ്യാം, അഗൈൻ ഫില്ലായിട്ട് 10 mm, 10 mm, ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അഗൈൻ ഫില്ലായിട്ട് 10 mm,
ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ചാംഫർ 10 mm 45 ഡിഗ്രി ആംഗിൾ. ഈ ലൈനും 2 എഡ്ജസ്, സൈഡ് എഡ്ജസ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഫ്രണ്ട് ഫേസ് സെലക്ട് ചെയ്യാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് സർക്കിൾ എടുക്കാം. സർക്കിൾ സെൻറ്റർ ലൈൻ്റെ അടുത്ത് വെച്ചിട്ട് സ്മാർട്ട് ഡയമെൻഷൻ 30 mm. സെൻട്രൽ പോയിന്റ് ഈ ലെങ്ത് 50 mm. ഈ ലൈനും സെൻട്രൽ പോയിന്റും കൂടി വെർട്ടിക്കൽ റിലേഷൻ. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് ബ്ലൈൻഡ് 500 mm. ഓക്കെ, ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഒരു 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. കുറച്ച് വലിയ 2D സ്കെച്ചാണ്. ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, ആംഗിൾ, ടു ഡി സ്കെച്ച് ക്രിയേറ്റ് സ്മാർട്ട് ഡയമെൻഷൻ ചെയ്യാം. 170 mm. ഈ പോയിന്റിന് സെൻട്രൽ പോയിന്റിലേക്ക് 70 mm. Angle between these two lines 120 mm, 120 degree. Angle between these two 120 degree. Thirty mm. 30 mm. Okay. $135 degree. Okay. ഇനി നമുക്ക് ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡിൽ ഓഫ്സെറ്റ് എടുക്കാം. സ്കെച്ച് പ്ലെയിൻ മാറ്റിയിട്ട് ഓഫ്സെറ്റ് 80 mm. ബ്ലൈൻഡ് 20 mm. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ലോഫ്റ്റഡ് ബോസ് ബേസ് ക്ലിക്ക് ചെയ്യാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം.
ഇതിന് ഈ ഫേസ് സെലക്ട് ചെയ്യാം. ലോഫ്റ്റഡ് ബോസ് ബേസ് എടുക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഈ ഫേസും സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. നമ്മുടെ ക്ലച്ച് ബോക്സ് ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പിയറൻസ്, ബ്രഷ്ഡ് നിക്കൽ, വ്യൂ, 3 പോയിന്റ് വ്യൂ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.